ഹലോ, ഞാൻ അഞ്ജലി. നമ്മുടെ കയ്യിലുള്ള പഴയ ബുക്കിൻ്റെ പേപ്പേഴ്സ്, A4 പേപ്പർ അതൊക്കെ ഉപയോഗിച്ച് ഇതുപോലുള്ള കുഞ്ഞ് ജേണൽ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ റെക്കോർഡ് ബുക്ക്, അതിന്ന് ഞാനൊരു 48 പേപ്പർ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കനമുള്ള പേപ്പർ ആയതുകൊണ്ട് ഒരു 4 വീതമുള്ള പേപ്പർ സെറ്റ് ആക്കിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് കനം കുറഞ്ഞ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 8 ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരു സെറ്റ് എടുത്ത് രണ്ടറ്റത്ത് നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ ഇതുപോലെ 4 6 അല്ലെങ്കിൽ 8 ബൈൻഡിങ് പോയിൻറ്റ്സ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എപ്പോഴും 2 or 2.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലും ബാക്കി പോയിൻറ്റ്സ് എല്ലാം നിങ്ങളുടെ ബുക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ടും വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ പേപ്പർ സെറ്റ് എല്ലാം ഒരുമിച്ച് വെച്ച് ഈ പോയിൻറ്റ്സ് വഴി മറ്റെല്ലാ പേപ്പേഴ്സിലും ഇതുപോലെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി മാർക്ക് ചെയ്ത പോയിന്റിലെല്ലാം ഒരു നീഡിൽ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബുക്ക് ബൈൻഡിങ്ങിൻ്റെ പേര് കെറ്റിൽ സ്റ്റിച്ച് ബുക്ക് ബൈൻഡിങ് എന്നാണ് കേട്ടോ. ആദ്യം ഫസ്റ്റ് പേജ് സെറ്റ് എടുത്ത് അതിൻ്റെ പുറത്തു നിന്നും അകത്തോട്ടാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി തൊട്ടടുത്തുള്ള ഹോൾസ് വഴി നീഡിൽ ഇതുപോലെ പാസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ എൻ്റെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പേജ് സെറ്റിൻ്റെ അകത്തോട്ട് നീഡിലെടുക്കണം. ഇവിടെ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നീഡിൽ തിരിച്ച് പുറത്തെടുക്കുക കേട്ടോ. ഇനി പുതിയൊരു പേജ് സെറ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ 2 പേപ്പർ സെറ്റും ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഈ നൂലുകൾക്കിടയിലൂടെ ഇതുപോലൊരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യാം. എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് എൻ്റെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു പേജ് സെറ്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഈ പേപ്പർ സെറ്റ് അതിന് തൊട്ട് താഴെയുള്ള പേപ്പർ സെറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തൊരു കെട്ടില്ലേ, അതിനെ ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യാം. ഇനി ബാക്കിയുള്ള പേജ് സെറ്റ് എല്ലാം നമ്മൾ ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ നീഡിൽ തിരിച്ച് അകത്തോട്ടെടുക്കുക. ഇവിടെ ഇതുപോലെ 2 3 കെട്ടിട്ട് കൊടുത്ത് സ്റ്റിച്ചിങ് ഫിക്സ് ചെയ്യണം. ഇനി ബാക്കി വന്ന നൂലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ബൈൻഡിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബുക്ക് കവർ ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 ഹാർഡ് ബോർഡ് പീസ് ബുക്കിൻ്റെ സൈസിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് വെൽവെറ്റിൻ്റെ പീസാണ്. അപ്പോൾ ഈ ബുക്ക് കവർ ചെയ്യാൻ വേണ്ടി ആദ്യം ബുക്കിൻ്റെ അളവെല്ലാം ഈ ക്ലോത്തിന് മുകളിൽ ഇതുപോലെ മെഷർ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഹാർഡ് ബോർഡിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് 2 അറ്റത്തും ഒട്ടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ബോർഡ് ഒട്ടിച്ചിട്ട് നമ്മൾ ഈ ബുക്ക് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് അല്ലേന്ന്, എന്നിട്ട് മതി സെക്കൻഡ് ബോർഡ് ഒട്ടിക്കൽ കേട്ടോ. ഇനി ഇതിൻ്റെ 4 അറ്റവും കട്ട് ചെയ്ത് ഉള്ളിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ബുക്കിൻ്റെ സൈഡിലായി ഒരു ചെറിയ പേപ്പർ പീസ് വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബുക്ക് കവറുമായിട്ട് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടും. കവറിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് വൃത്തികേടായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പേപ്പർ അതിലോട്ടായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ കവർ പെയിൻറ് ചെയ്യാൻ ഞാൻ ആക്രിലിക് പെയിൻറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ചെറിയ സ്റ്റാർസ് ഇതുപോലെ വരച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു കുഞ്ഞു മൂൺ ഇതുപോലെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. പിന്നെ യെല്ലോ പെയിൻറ് ഇതുപോലൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ കുഞ്ഞ് ഡോട്ട്സ് ആയിട്ട് കിട്ടും. ഇനി ഇതിന് താഴത്തായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എഴുതാട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് അധികം യെല്ലോ ആൻഡ് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുത്തായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ പെട്ടില്ല.
ഈ ബുക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ചെറിയ ഡ്രോയിങ് ബുക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറി ആയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊക്കെ ഉള്ള എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്, ഹാപ്പി മൊമെൻറ്റ്സ് അതൊക്കെ എഴുതി വെക്കാനുള്ള ഒരു കുഞ്ഞ് സ്പേസ് ആയിട്ട് എടുക്കാം. ഇതിനു മുന്നേ ഞാൻ ചെയ്ത 2 ബുക്സാണിത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കോപ്റ്റിക് ബുക്ക് ബൈൻഡിങ് ആണ്. ഇന്ന് ചെയ്ത കെറ്റിൽ ബുക്ക് ബൈൻഡിങ്ങുമായിട്ട് സിമിലർ ആണ്. പക്ഷെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ബുക്കിൻ്റെ കവറിലൂടെ ബൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ 2 ബുക്സിലും ഞാൻ യൂസ് ചെയ്തത് ടീ ഡൈ ചെയ്തെടുത്ത പേപ്പറായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബുക്ക് ബൈൻഡ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബൈൻഡിങ് ആണ്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ ഒരു വട്ടം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുക്ക് ബൈൻഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലെ കണ്ടൻറ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.